ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയ സൗന്ദര്യ ടിപ്പാണ്. സൗന്ദര്യം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിമാവും മഞ്ഞളുമാണ്. നോക്കാം. മുകളിലേക്ക് കൊടുക്കുക. ജലദോഷം പനിയൊക്കെയാണ് എങ്കിലും ഞാൻ കർക്കിടക മാസത്തിൽ ഇച്ചിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മുകളിലോട്ട് വാക്കുക, താഴോട്ടാക്കരുത്. അതെല്ലാം കുളിക്കാൻ റെഡിയായിരിക്കുകയാണ്. ഇതൊക്കെ തേച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ കുളിക്കുന്നതായിരിക്കും. നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ ഈ യാത്രയൊക്കെ പുറപ്പെടുമ്പോൾ നമ്മുടെ ഈ രോമകൂപങ്ങളിലൊക്കെ ഒരുപാട് ചെളികളും പൊടികളും ഒക്കെ അണിഞ്ഞിരിക്കും. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ചെയ്യാറില്ല. എങ്കിലും എനിക്കിന്ന് തോന്നി മുഖമൊക്കെ ഒത്തിരി ഡാർക്കായി പോയി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ കറമ്പിയാണ്, അപ്പോൾ എനിക്കത് ഒരുപാട് ഹേർട്ട് ചെയ്തു. ഞാൻ സൗന്ദര്യമൊന്നും അധികം ഇപ്പോൾ ഞാൻ സംരക്ഷിക്കാറില്ല. അതിനായിട്ടുള്ള മൂട് വരികയായിരുന്നു. ഇപ്പോൾ ജലദോഷമായതുകൊണ്ട് തൊണ്ടയിലോട്ടൊക്കെ തേക്കാനൊക്കെ പേടിയാണ്. ഒന്നും കണ്ണിപ്പെടരുത് കേട്ടോ. ഇതൊക്കെ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ഇത് ദോശയ്ക്ക് ഇറച്ചി വെച്ച മാവിൻ്റെ ബാലൻസ് ഇരുന്നതാണ്. കായ്ക്കിട്ട് കൊടുത്ത് മുടിയിലൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാനൊന്നും കണക്കാക്കാറില്ല. കാരണം വെച്ചാൽ നമുക്ക് മുടിയൊന്നും കെട്ടി വെക്കാൻ നേരമില്ല. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചെവിയിലോട്ടും കൂടെ ഒക്കെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. നമ്മുടെ ആ മുഖത്തിൻ്റെ അതേ കളർ നമ്മുടെ ചെവിയിലും കഴുത്തിലും ഒക്കെ വരാൻ വേണ്ടിയാണ്. ഞാനങ്ങനെ അധികം കൊടുക്കാറില്ല. കാരണം ചെവി മഞ്ഞ പോലെ ഇരിക്കുന്നു, മഞ്ഞച്ചായിരിക്കുന്നു. ചെവിയിലൂടെ കറുപ്പില്ല. നമ്മൾ കൊടുക്കുമ്പോൾ കഴുത്തിലോട്ടും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ എണ്ണ തേച്ചിരിക്കുകയാണ് കുളിക്കാൻ. അത് കാരണം ഇവിടെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ മുകളിലേക്ക് കൊടുക്കാറുണ്ട്. താഴേക്ക് തിരിഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാൻ അറിയാം, തൊലി ഞുറി താഴേക്ക്. നമ്മൾ കഴുത്തിലോട്ട് മുളക്കിട്ട് കൊടുക്കുക. എനിക്ക് ചുമയും കവക്കെട്ടൊക്കെ ഉള്ളവർ ചെയ്യരുത്. ഇത് തണുപ്പാണ് സംഗതി. തൈരല്ല, ഇത് അരിമാവാണ്, ഉഴുന്നും അരിമാവും കൂടെ അരച്ചത്. ബാലൻസ് വന്നത് ഞാനിങ്ങനെ ഇടും. കാരണം നമ്മുടെ മുഖത്തിന് ക്ലീസിങ് കിട്ടാനും ഇതിനൊരു സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ്. അത് കഴിയുമ്പോൾ നല്ല ഒരു ഫ്രഷ് ആകും സ്കിന്നൊക്കെ. മുഖത്തിനൊക്കെ നല്ല തെളിച്ചം കിട്ടും. കുറച്ച് ദിവസമൊക്കെ നമുക്കിത് നമ്മളിവിടുത്തെ കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ തലേദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ല ഇത് ചെയ്ത പോലെ ഇരിക്കും. ഏതായോ ബ്ലീച്ച് ചെയ്ത പോലെ ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. മുഖത്തിൻ്റെ നല്ല മുഖപ്രസാദമുണ്ട്. ആണുങ്ങളിടരുത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ആണുങ്ങളാണ്. മീശയൊക്കെ പൊഴിഞ്ഞു പോകും. അത് ആണുങ്ങളിടണ്ട കേട്ടോ. അനാവശ്യ രോമങ്ങളുടെ